നമസ്കാരം. തംബ്നെയിൽ കണ്ട കുറച്ചു പേർക്കെങ്കിലും ഒരുപക്ഷെ ഒരു സംശയം തോന്നിക്കാണും, ഈ ചാനൽ 15 കൊല്ലം ഒക്കെ ആയോ എന്ന്. ലെൻസ്മാൻ റിവ്യൂസ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി ഞാൻ ഒരു ഫേസ്ബുക്ക് പേജിന്റെ രൂപത്തിൽ തുടങ്ങിയത് 2011 ജൂലൈ 1 തീയതിയാണ്. ഇന്ന് ഇത് എത്തി നിൽക്കുന്ന ഒരു ഫോർമാറ്റിലേക്ക് ഈ ഒരു കാര്യം മാറുമെന്ന് അന്ന് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. സിനിമകളോടുള്ള ഇഷ്ടവും ഇറങ്ങുന്ന പരമാവധി സിനിമകൾ കണ്ടുകൊണ്ട് അതിനെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായം ചെറിയ രീതിയിൽ 1-2 പാരഗ്രാഫായിട്ട് ഫേസ്ബുക്കിൽ എഴുതുന്ന ഒരു സ്വഭാവവും ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളല്ലാതെ ബാക്കിയുള്ളവർക്കും നമ്മുടെ അഭിപ്രായങ്ങൾ കാണാൻ പേജ് എന്ന് പറയുന്ന ഒരു സംഗതി ഫേസ്ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ആ ഒരു ഘട്ടത്തിൽ മനസ്സിലാവുകയും അതിനുശേഷം ഇങ്ങനെ സിനിമ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങൾ ആ പേജിൽ എഴുതുകയും ചെയ്തു. ആദ്യകാലത്തൊക്കെ ഒരുപാടൊന്നും ചിന്തിക്കാതെ വളരെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന കാര്യങ്ങളായിരുന്നു എഴുതിപ്പോയിരുന്നത്. എന്നാൽ വെബ് ഡെവലപ്മെന്റ് ജോലി ആയതിനു ശേഷം കൂടെ ജോലി ചെയ്തിരുന്നവരാണ് ഇതൊരു വെബ്സൈറ്റ് രൂപത്തിലാക്കിക്കൂടെ എന്ന് ചോദിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2012 മാർച്ച് 23-നാണ് www.lensmanreviews.com എന്ന വെബ്സൈറ്റ് ആരംഭിച്ചത്. ആ ഒരു സമയത്ത് തന്നെ ട്വിറ്ററിലും ഒരു അക്കൗണ്ട് തുടങ്ങിയിരുന്നു. യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് 2015-ലാണെങ്കിലും അതിൽ ആദ്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തത് 2017-ലാണ്. ഒരു മെക്സിക്കൻ അപാരത എന്ന സിനിമയായിരുന്നു അങ്ങനെ വീഡിയോ റിവ്യൂ ആദ്യമായിട്ട് ചെയ്തത്. അന്നത്തെ സാഹചര്യത്തിൽ ഒരു വീഡിയോ റിവ്യൂ പ്ലാറ്റ്ഫോം ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിരുന്നു. ഇന്നത്തെ പോലെയുള്ള അഫോർഡബിൾ ആയിട്ടുള്ള LED റിംഗ് ലൈറ്റുകളൊന്നും അന്ന് അവൈലബിൾ ആയിരുന്നില്ല. ഇന്റർനെറ്റ് സ്പീഡും വളരെ സ്ലോ ആയിരുന്നു. അതുപോലെ തന്നെ ആളുകൾ റിവ്യൂസിന് വേണ്ടി യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം ഫോളോ ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം വീഡിയോ റിവ്യൂ ചെയ്യാൻ സാധിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് അത് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഈ പറയുന്നത് പോലെ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. കൊറോണയ്ക്ക് ശേഷമാണ് യൂട്യൂബിലേക്ക് ആളുകളുടെ കാര്യമായിട്ടുള്ള ഒരു കുത്തൊഴുക്ക് ഉണ്ടായത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ട്രാൻസിഷൻ ഈ ഒരു പ്ലാറ്റ്ഫോമിനും വേണ്ടി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2024-ൽ ഈ വീഡിയോ റിവ്യൂ പുനരാരംഭിച്ചത്. ഭരതനാട്യമായിരുന്നു ആ രീതിക്ക് റിവ്യൂ ചെയ്ത ആദ്യത്തെ സിനിമ. 2017 സമയത്ത് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും ആരംഭിക്കുന്നത്. അതും ഇങ്ങനെ ഒരു സൈഡിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്രയും വർഷം ഇങ്ങനെ ഒരു സംഗതി സ്വന്തം നിലയ്ക്ക് നടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതിൽ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന റിവ്യൂവിന് പ്രേക്ഷകർ തരുന്ന ഫീഡ്ബാക്ക് തന്നെയാണ്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ സ്വന്തം പേരിനേക്കാൾ ഞാൻ ഈ നടത്തുന്ന പ്രസ്ഥാനത്തിന്റെ പേരിലാണ് പലരും എന്നെ ഗ്രീറ്റ് ചെയ്യുന്നത് എന്നത് തന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നല്ല വാക്കുകൾ പറഞ്ഞവരോടും ക്രിയാത്മകമായ വിമർശനങ്ങളും സജഷനുകളും പല ഘട്ടത്തിലും തന്നവരോടും ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം നടത്തുമ്പോൾ ഉണ്ടാകാവുന്ന സാങ്കേതികമായിട്ടുള്ള പല പ്രശ്നങ്ങളിലും എന്നെ സഹായിച്ചിട്ടുള്ള ഉറ്റ സുഹൃത്തുക്കളോടും ഈ ഒരു സമയത്ത് നന്ദി പറയുകയാണ്. യൂട്യൂബിലെ ജോയിൻ ഫീച്ചറും ഫേസ്ബുക്കിലെ സബ്സ്ക്രൈബ് ഫീച്ചറും ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഉദ്യമത്തെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരോടും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇതായിരുന്നു ചരിത്രം. നിലവിൽ ഈ പറഞ്ഞതുപോലെ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റിലും കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് യൂട്യൂബിലും റിവ്യൂ അവൈലബിൾ ആക്കുക എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതങ്ങനെ തന്നെ തുടരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. വെബ്സൈറ്റ് ഒരിക്കലും ഒഴിവാക്കുന്നതല്ല. റിവ്യൂ വല്ലാതെ സ്പോയിലർ ആകുന്നു എന്നുള്ള രീതിയിൽ പലരും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഈ ഒരു അവസരത്തിൽ അതൊന്ന് അഡ്രസ്സ് ചെയ്യണോ എന്ന് തോന്നി. പ്രോപ്പർ ആയിട്ടുള്ള സ്പോയിലർ അലേർട്ട് വെക്കാത്തത് പലരും ചൂണ്ടിക്കാണിച്ചൊരു സംഗതിയാണ്. ഇനി മുതൽ അങ്ങോട്ടുള്ള ഒരുവിധം എല്ലാ റിവ്യൂവിലും സ്പോയിലർ അലേർട്ട് വെക്കുന്നതായിരിക്കും. വ്യക്തിപരമായി റിവ്യൂ എന്ന് പറയുന്ന ഫോർമാറ്റിനെ ഞാൻ കാണുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. അത് പറയാൻ ഒരുപാട് എഫേർട്ടിൻ്റെ ആവശ്യമില്ല. റിവ്യൂ കോണ്ടന്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് എനിക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും കഥയുടെ ഉള്ളിലേക്ക് കുറച്ചെങ്കിലും കടക്കേണ്ടി വരും. ഞാൻ പറയുന്നത് ദൃശ്യം എന്ന് പറയുന്ന ഒന്നാമത്തെ ദൃശ്യം സിനിമയുടെ റിവ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും രണ്ടാം പകുതിയിൽ ട്വിസ്റ്റുകളുടെ ഒരു ഘോഷയാത്രയാണ് എന്ന് പറയാതെ ആർക്കും ആ പടം റിവ്യൂ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആ സിനിമയുടെ ട്രെയിലർ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ആ സിനിമ ത്രില്ലർ ആണ് എന്ന് അവർ മാർക്കറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരർത്ഥത്തിൽ സിനിമ ഗംഭീരമാണെന്ന് പുറത്തിറങ്ങി പറയുന്ന ഏറെക്കുറെ എല്ലാവരും ചെയ്യുന്നത് സ്പോയിലറാണ്. പറഞ്ഞു വരുന്നത് ദൃശ്യം എന്ന സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ ജോർജ് കുട്ടി വരുണിനെ കുഴിച്ചിട്ടിട്ടുള്ള സ്ഥലം പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലാണ് എന്നത് പറയാൻ പാടില്ല. അത് കോമൺ സെൻസ് ആണ്. പക്ഷേ ജോർജ് കുട്ടി നിസ്സാരക്കാരനല്ല എന്നതും സിനിമയുടെ രണ്ടാം പകുതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരം ട്വിസ്റ്റുകൾ ഉണ്ട് എന്നതും വെളിപ്പെടുത്താതെ ഒരു റിവ്യൂ ഒരാൾക്കും ആ സിനിമയെക്കുറിച്ച് പറയാൻ പറ്റില്ല. അത് വെളിപ്പെടുത്താതെ പറയുന്ന ഒരു റിവ്യൂ ഒരിക്കലും ആ സിനിമയുടെ ക്രാഫ്റ്റ് അനലൈസ് ചെയ്യുന്ന ഒരു റിവ്യൂ ആവുകയില്ല. ഒരു സിനിമയെക്കുറിച്ച് ചുമ്മാ കുറെ വിശേഷങ്ങൾ പറയാൻ വ്യക്തിപരമായിട്ട് താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. ഈ പറഞ്ഞതുപോലെ എന്ത് കാരണം കൊണ്ട് ഒരു ഷോട്ട് ഇഷ്ടപ്പെട്ടു, ഒരു തിരക്കഥ ഇഷ്ടപ്പെട്ടു, ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു എന്നത് പറയുമ്പോൾ കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഘടകങ്ങൾ നമുക്ക് പറയേണ്ടി വരും. ട്രെയിലർ പോലും കാണാതെ സിനിമ ഫ്രഷ് ആയിട്ട് കാണാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു റിവ്യൂവും കാണാതെ സിനിമ കാണുന്നതായിരിക്കും നല്ലത്. ഒരുപക്ഷെ സിനിമ കണ്ടതിന് ശേഷം റിവ്യൂസ് കാണുന്നത് അങ്ങനെയുള്ള ആളുകളെ സഹായിക്കും. എൻ്റെ റിവ്യൂസ് പടം കണ്ടതിന് ശേഷമാണ് കാണാറുള്ളത് എന്ന് ഒരുപാട് പേര് നേരിട്ട് കണ്ടിട്ടുള്ളപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഥ മുഴുവൻ വിളിച്ചു പറയുമെന്ന ധാർഷ്ട്യത്തിൽ പറയുന്നതല്ല ഇത്. സെക്കൻഡ് ഹാഫിൽ ഒരു ഇതുണ്ടായിരുന്നു, അതുണ്ടാക്കിയ ഒരു അത് ഭയങ്കര ഇതാണ് എന്ന രീതിയിൽ റിവ്യൂ പറയുന്നതിനോട് വ്യക്തിപരമായിട്ട് യോജിപ്പില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്.
ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുവിധം റിവ്യൂകളിലും ട്രെയിലറിൽ സിനിമയുണ്ടാക്കിയവർ വെളിപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെയാണ് പ്ലോട്ടായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്ലോട്ട് കേട്ടിട്ട് നിങ്ങൾ പോയാലും ഇനിയും ഒരുപാട് പുതിയ കാര്യങ്ങൾ സിനിമയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കഥയിലെ ഭാഗങ്ങൾ വെളിപ്പെടുത്തുന്നത്. പിന്നെ തനിക്കൊന്ന് ചിരിച്ച് സംസാരിച്ചൂടെ എന്ന് പറയുന്ന ആളുകളുണ്ട്. 2024 ഭരതനാട്യത്തിന്റെ റിവ്യൂ പറഞ്ഞ ഞാനും 2026 മോഹിനിയാട്ടത്തിന്റെ റിവ്യൂ പറഞ്ഞ ഞാനും തമ്മിൽ ഈ പറയുന്ന ചിരിയുടെ കാര്യത്തിൽ ഒരു നേരിയ പുരോഗതി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2028 കൃഷ്ണദാസ് മുരളി രാസലീലയുമായിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ചിരിക്കാൻ ശ്രമിക്കാം. മറ്റൊന്നും കൊണ്ടല്ല, റിവ്യൂ ടു ദ പോയിന്റ് ആയിരിക്കണം എന്ന് വ്യക്തിപരമായിട്ട് ഒരു നിർബന്ധം ഉള്ളതുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് ഞാൻ റിവ്യൂസ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന വീഡിയോ പോലും സ്ക്രിപ്റ്റ് ചെയ്തതാണ്. ഷാൻജിയോ കുക്കിംഗ് വീഡിയോസ് പറയുന്നത് പോലെ സിനിമകളുടെ റിവ്യൂ ആവശ്യമുള്ള കാര്യം മാത്രം പറഞ്ഞ് നിർത്തുക എന്നൊരു ഫോർമാറ്റ് പിന്തുടരാനാണ് വ്യക്തിപരമായിട്ട് താല്പര്യം. അതാണ് ന്യൂസ് വായിക്കുന്നത് പോലെയുള്ള ഒരു ബലം പിടുത്തം വീഡിയോകളിൽ കാണുന്നത്. വീഡിയോ റിവ്യൂ ഫോർമാറ്റിൽ ഞാനൊരു തുടക്കക്കാരനാണ്, അതുകൊണ്ട് മെല്ലെ മെല്ലെ ചെയ് വരും എന്ന് പ്രതീക്ഷിക്കാം. ഭാവി കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ റിവ്യൂ ഫോർമാറ്റിനൊപ്പം വെബ്സൈറ്റ് റിവ്യൂ തുടരുന്നതായിരിക്കും. സിനിമകളുടെ ക്രാഫ്റ്റിനെ കുറിച്ച് കൂടുതലായിട്ടും നിങ്ങളുമായിട്ട് സംസാരിക്കുക എന്നത് തന്നെയാണ് പ്രയോറിറ്റി. അതുകൊണ്ട് ആ രീതിയിലുള്ള വീഡിയോകളിലേക്കും ഇനി കൂടുതലായിട്ട് പോകും. ത്രൂ ദ ലെൻസ്, ഇൻസൈഡ് ദ സീൻ, ടൂൾസ് ഓഫ് ദ ട്രേഡ് എന്നിങ്ങനെ സെഗ്മെന്റുകൾ ആരംഭിച്ചിരുന്നെങ്കിലും തുടർന്ന് കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല. റിവ്യൂകൾക്കൊപ്പം അതിലേക്ക് കൂടി ഫോക്കസ് ചെയ്യാനാണ് ഇനി അങ്ങോട്ടുള്ള ഒരു പദ്ധതി. ഇതുവരെ തുടർന്നിട്ടുള്ള സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾ ഹൈപ്പ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇതല്ലാതെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ കാണുന്ന ജോയിൻ എന്ന ബട്ടൺ ഉപയോഗിച്ചും ഫേസ്ബുക്കിലാണെങ്കിൽ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഉപയോഗിച്ചും ചാനലിനെയും പേജിനെയും സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. എല്ലാ റിവ്യൂവും എല്ലാവരുടെയും ഒപ്പീനിയനുമായിട്ട് ഒത്തുപോകണമെന്നില്ല. പലപ്പോഴും അൺപോപ്പുലർ ആയിട്ടുള്ള റിവ്യൂസ് ഈ ചാനലിൽ വന്നിട്ടുണ്ട്. എൻ്റെ പരിമിതമായിട്ടുള്ള ലോകവിവരവും രാഷ്ട്രീയ അവബോധവും സിനിമയെക്കുറിച്ചുള്ള അറിവും വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ റിവ്യൂവിൽ കാണുന്നത്. 2-3 വർഷമെടുത്ത് പുറത്തിറക്കിയ സിനിമയ്ക്ക് ഒരുപക്ഷെ ഞാൻ കൊടുത്ത നെഗറ്റീവ് റിവ്യൂ ചില സിനിമാ പ്രവർത്തകരുടെയെങ്കിലും മനസ്സിനെ വിഷമിപ്പിച്ചിട്ടുണ്ടാകും. ഒരിക്കലും അത് വ്യക്തിപരമല്ല എന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്. അത് പറയാൻ ഞാൻ സിനിമയുണ്ടാക്കി സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ കാണിച്ചിട്ടുള്ള നല്ല മനസ്സിന്, കോമൺ സെൻസിന് ഒരുപാട് നന്ദി. താങ്ക് യു.